മുംബൈ പൂരം ഫൗണ്ടേഷൻ കലാസാംസ്കാരിക പരിപോഷണത്തോടൊപ്പം ജനനന്മയും എന്ന ആശയത്തിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുംബൈ പൂരം 2012 ഇന്ന് രാവിലെ 5:30 ഗണപതി ഹോമത്തോടെ ശുഭാരംഭം കുറിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന കൊടിയേറ്റം മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കൊണ്ടാത്ത് വേണുഗോപാൽ അവർകൾ നിർവഹിച്ചു. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ടിവിടെ. ആ ഗാനം എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ്. പക്ഷേ ആനകളില്ലാത്ത പൂരം ഒരു മലയാളിയും ഇഷ്ടപ്പെടാറില്ല. നിർഭാഗ്യവശാൽ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2012 പൂരത്തിന് ആനകളുള്ള എഴുന്നള്ളപ്പോടുകൂടി പൂരം നടത്താൻ മുംബൈ പൂരം ഫൗണ്ടേഷന് കഴിയാതെ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രണ്ടാമതായി അവതാരക ചൈത്ര രജി ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി കൂടിയായ ശ്രീ രാജൻ പണിക്കർ അവർകളെ സ്നേഹാദരങ്ങളോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ കോർഡിനേറ്റർ, മുംബൈ പൂരത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ ഗിരീഷ് നായർ, അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂരപ്രേമികളായ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ഒരുപാട് പൂരപ്രേമികളും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും മുംബൈ പൂരം ഫൗണ്ടേഷൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി മുൻ വർഷങ്ങളിൽ നിന്ന് എന്താണ് ഇപ്രാവശ്യം ഈ പൂരം നടത്തുന്നതിന് ആന വരാനുണ്ടായ തടസ്സം എന്താണ്? അതിൻ്റെ ഔദ്യോഗികമായ ഒരു ഭാഷ്യം തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. മുംബൈ പൂരത്തിൻ്റെ കോർഡിനേറ്ററായ ശ്രീ ഗിരീഷ് നായർ തന്നെയായിരിക്കും എന്തുകൊണ്ടും അതിന് മറുപടി പറയാൻ യോഗ്യനായ ആൾ എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ശ്രീ ഗിരീഷ് നമ്മൾ ഈ ആനയെ പൂരത്തിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിരുന്നത്? എന്താണ്, ഏത് രീതിയിലാണ് നമുക്ക് തടസ്സങ്ങൾ നേരിട്ടത്? ഒന്ന് വിശദീകരിക്കാം. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഈ വർഷത്തെ പൂരത്തിന് ഗജവീരന്മാരില്ല എന്ന വളരെ ദുഃഖത്തോടെ ഈ ഒരുക്കങ്ങൾ ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ സന്ദർശിക്കുകയും കേരളത്തിലെ പ്രമുഖ ആന ഉടമകളുമായി ശ്രീമാൻ മേനോൻ സാറിനെ പോലെ തൃശ്ശൂരിലെയും പാലക്കാട്ടിലെയും ഗുരുവായൂരിലെയും എല്ലാം ആന ഉടമസ്ഥന്മാർ, പൂരം നടത്തി പരിചയമുള്ള പൂരത്തിൻ്റെ നാട്ടുകാരായ മാധവൻകുട്ടി സാറെ പോലുള്ള മേനോൻ സാറെ പോലുള്ള ആളുകളുടെ ഉപദേശങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പൂരത്തിനുള്ള ഒരു ഒരുക്കം തുടങ്ങിയത്. 8 മാസങ്ങൾക്ക് മുൻപ് ഇതിനൊരുങ്ങുമ്പോൾ തന്നെ ഈ വർഷത്തെ പൂരത്തിന് കേരളത്തിലെ തലയെടുപ്പുള്ള 7 ഗജവീരന്മാരെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരുന്നു. അതിന് ആ ഗജവീരന്മാരുടെ പരിപാലനം യഥാവിധിയിൽ നടക്കുന്നുണ്ടോ എന്നറിയുവാനായി മുംബൈ പൂരം ഫൗണ്ടേഷൻ 2 ഡോക്ടർമാരെയും ഏർപ്പെടുത്തിയിരുന്നു. കാരണം യാതൊരു കാരണവശാലും ഇന്ത്യൻ ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമങ്ങളിൽ ഒന്നും വ്യതിചലിക്കാതെ തന്നെ വേണം മുംബൈ പൂരത്തിന് കൊണ്ടുവരുന്ന ആനകളെ കൊണ്ടുവരാൻ എന്ന ഉദ്ദേശത്തോടു കൂടി 8 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പ്രവർത്തനത്തിൽ എല്ലാവിധ രേഖകളും തയ്യാറാക്കി റെഡിയായിരുന്നിട്ട് ഇത് നിയമപരമായി 15 ദിവസം മുൻപ് മാത്രമാണ് നമുക്ക് ഈ ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടേഴ്സ് ഇഷ്യൂ ചെയ്യുക. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോടുകൂടി നമ്മൾ മഹാരാഷ്ട്രയുടെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസർ നാഗ്പൂർ, ഡിസ്ട്രിക്ട് കൺസർവേറ്റർ ഓഫീസർ താനെ, ചീഫ് കൺസർവേറ്റർ താനെ എന്നിവർക്കെല്ലാം അപേക്ഷ നൽകുകയുണ്ടായി. എത്ര ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്താലും 15 ദിവസങ്ങൾക്ക് മുൻപുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ശേഷമേ നമ്മൾക്ക് ഔദ്യോഗികമായി അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു 15 ദിവസം വരെ കാത്തിരുന്ന് 15ാമത്തെ ദിവസം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി 3 സ്ഥലങ്ങളിലും അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ പൂരങ്ങളുടെ ഒരുക്കം തുടങ്ങുന്നതിന് മുൻപേ ചില ക്ഷുദ്രശക്തികൾ പൂരം മുടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ പൂരത്തിന്
ആനകൾ വരാതിരിക്കാനുണ്ടായ സാഹചര്യം. അങ്ങനെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സൂചനകളല്ല, വ്യക്തമായ ധാരണകൾ തന്നെ ലഭിച്ചു. ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസറിൽ നിന്നും ലഭിച്ച മറുപടിയിൽ നിന്ന് ഇന്നലെ വരെ നമുക്ക് നമ്മളുടെ അപേക്ഷയ്ക്ക് പുറത്ത് യാതൊരു വിധത്തിലുള്ള റിപ്ലൈയും തരാതെ ഇന്നലെയാണ് നമുക്ക് റിപ്ലൈ തന്നത്. പൂരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, പൂരത്തിന് തലേ ദിവസമാണ് ഒരു റിപ്ലൈ തന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് പ്ലാന്റ് ആൻഡ് അനിമൽ വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി സുനീഷ് സുബ്രഹ്മണ്യൻ കുഞ്ഞ് എന്ന വ്യക്തിയുടെ പരാതിയിൽ ഈ ആഘോഷങ്ങളിൽ ആനകൾക്ക് പെർമിഷൻ അനുവദിക്കരുത്, കാരണം ആനകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുന്നു, വാദ്യഘോഷങ്ങൾ ഉണ്ടാക്കുന്നു. ആനകളുടെ മുൻപിൽ ആനകളുള്ള ഉത്സവങ്ങളിൽ പടക്കം പൊട്ടിച്ച് ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുന്നു. കെമിക്കൽ ഉപയോഗിച്ചുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൂടുതൽ ശബ്ദം ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുള്ള ശബ്ദത്തിലൂടെ ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന 3 കാരണങ്ങൾ കൊണ്ടാണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസർ നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ അപേക്ഷയിൽ പറയുന്നതിന് അനുസരിച്ച് കൊണ്ടാണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ നമുക്ക് നമ്മളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നത്. ഈ പരാതി നിരാകരിച്ചതിൻ്റെ കാരണം കേട്ടാൽ മലയാളികളായ നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല, അല്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ മഹാരാഷ്ട്രയിലുള്ള ഇത്തരം ഔദ്യോഗികമായി സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെയൊക്കെ മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ ചെലവിൽ തന്നെ കൊണ്ടുപോയി തൃശ്ശൂർ പൂരവും നെന്മാറ വേലയും ഒക്കെ കാണിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഏതൊക്കെ ആനയാണ് ക്ഷീണിച്ചു പോകുന്നത് എന്നൊക്കെ അവരൊന്ന് പഠിച്ച് അതിൻ്റെ ഒരു ഗവേഷണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും കേരളത്തിൻ്റെ ഒരു തനത് സംസ്കാരത്തിനെതിരെ ആനപ്പൂരം എന്ന മലയാളിയുടെ ഒരു സ്വപ്നം ഇല്ലാതാക്കിയ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആര് തന്നെയായാലും എന്താണ് ശ്രീ സുന്ദർ മേനോൻ സാർ ഏത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവർക്കെതിരെ കർശനമായ നടപടിക്ക് ഈ സംഘാടകർ ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിയമ രീതിയിലുള്ള ഒരു പരാതിയാണെങ്കിലും ശരി, എന്തായാലും നടപടിക്ക് മുതിരണം. കാരണം കഴിഞ്ഞ 8 മാസമായി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടാണ് അവർ ഈ പൂരം വളരെ മനോഹരമാക്കാൻ വേണ്ടി ഇതെല്ലാം ഇത്രയും ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം, കഴിഞ്ഞ വർഷവും ഞാൻ ഈ മുംബൈ പൂരത്തിൽ ഇവിടെ വന്ന് സജീവമായി രംഗത്തുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അന്ന് ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കേരളത്തിൽ നിന്നും കൊണ്ടുവരാൻ പേപ്പർ വർക്ക്സ് കുറച്ച് വൈകിയിരുന്നു. എങ്കിലും അന്ന് ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ, എന്നെ കോർഡിനേറ്റർ എപ്പോഴും ബന്ധപ്പെടാറുണ്ട്, നേരിട്ട് ഇടപെട്ട് ഒരു ദിവസം കൊണ്ട് ശരിയാക്കി 5 ദിവസം കൊണ്ടാണ് ആന അവിടെ എത്തിയത്. വേണ്ടത്ര വിശ്രമം, അതിന് സൗകര്യമുള്ള വണ്ടി, വെള്ളം എല്ലാം കൊണ്ടും സജ്ജീകരിച്ചിട്ടുള്ള വാഹനത്തിലാണ് ആന ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആർക്കും ഒരു പരാതിയും പറയാൻ പറ്റില്ല. അല്ലേ സാർ, കഴിഞ്ഞ പ്രാവശ്യം വന്ന ആനയുടെ പാപ്പാനുമായിട്ട് നമ്മൾ ഈ പൂരം ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഒരു ചെറിയ ഇൻ്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ കൂടെ വന്ന പാപ്പാന്മാരോട് നമ്മൾ ചോദിച്ചതാണ്, ഏതാണ്ട് 1000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നിങ്ങൾ വരുന്നതിന് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്ന് പറഞ്ഞാൽ, ഇത്രയും ദൂരം കേരളത്തിൽ ഒരു സാധാരണ പൂരത്തിന് ആനയെ നടത്തിക്കൊണ്ടുപോകുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ യാത്ര ചെയ്തു വന്നത്. വളരെ ആയാസകരമായിരുന്നു യാത്ര. മതിയായ വിശ്രമം എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇവരെ കൊണ്ട് അവിടെ നാട്ടിൽ കൊണ്ട് ഈ പൂരമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, അത് നമ്മുടെ ചെലവിൽ തന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. ശരിയാണ്. എന്താണ് പൂരം എന്നറിയാത്തവരാണ് ഇവിടെയുള്ള ജീവനക്കാർ. അതെ അതെ, തീർച്ചയായിട്ടും അതാണ്. പിന്നെ ഞാൻ മിസ്റ്റർ ഗിരീഷിനോട് പറഞ്ഞിരുന്നു, നമ്മുടെ കയ്യിൽ CD-യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കൂ. ഇതൊക്കെ ഏത് ശബ്ദത്തിനും ഇതൊക്കെ ഇതായിട്ടുള്ള ആനകളാണ് ഇവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 5 ആനകളാണ് പങ്കെടുത്ത്, ഈ പ്രാവശ്യം 7 ആനകളാണ് അവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. അവരെല്ലാം ഏത് ഉത്സവ പറമ്പുകളിലും വളരെ ഏത് രീതിയിലുള്ള ഇതിപ്പോൾ ചെണ്ടയാണെങ്കിലും ശരി, പഞ്ചവാദ്യം എന്ത് തന്നെയാണെങ്കിലും ശരി, അതിന് മുമ്പിൽ നിൽക്കുന്ന ആനകൾ തന്നെയാണ്. ശബ്ദം വളരെ കേട്ടുപരിചയമുള്ള, ഇത്തരം ബഹളങ്ങൾ കേട്ട് വരണ്ടോടുന്ന ആനകളല്ല കേരളത്തിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂരപ്പറമ്പുകളെ പറ്റി അറിയാമല്ലോ. എന്താ പറയുക, അത്രയധികം ജനക്കൂട്ടം പങ്കെടുക്കുന്നതാണ് നമ്മുടെ പൂരങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഒരു കാരണമല്ല. പിന്നെ അവരെ വേണ്ട രീതിയിൽ
ഇത് ധരിപ്പിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗവർണർ കൂടെ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഗവർണർ കൂടെ ഇടപെട്ട് ഇങ്ങനെ ഒരു പൂരത്തിന് എതിര് നിൽക്കുക പറഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും നിയമ നടപടിക്ക് ഒരുങ്ങണം. ഓക്കെ സർ, ശ്രീ മാധവൻകുട്ടി സാർ, എന്താണ് ഈ ആനയെ ഇത്രയും ദൂരം സഞ്ചരിപ്പിച്ച് അല്ലെങ്കിൽ ഇത്രയും ദൂരം കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ അതിന് കൊടുക്കേണ്ട പരിരക്ഷയെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? ആനയെ കൊണ്ടുവരുന്നതിൽ നിയമപരമായ പരിരക്ഷയല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്തു എന്നാണ് സുന്ദരമേനോൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം ഈ ആനകളെ കൊണ്ടുവരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആനകൾക്ക് വേണ്ട ഭക്ഷണം അതിൽ തന്നെ ഉണ്ടെങ്കിലും വിശ്രമം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും എല്ലാം ചെയ്ത് ഈ പാപ്പാന്മാരിൽ ലോറിയിൽ സഞ്ചരിക്കുന്നു. അതിന് പുറകെ ഒരു എലിഫൻറ്റ് ടാസ്ക് ഫോഴ്സ് ഇതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നു. ഡോക്ടർമാരുണ്ട്, മരുന്നുകളുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഈ ദൂരം ഒരു പ്രശ്നമല്ല. ഒരു ദിവസം ഒരു 200 കിലോമീറ്ററിന് അപ്പുറം പോകുന്നുമില്ല. തീർച്ചയായിട്ടും യാതൊരു വിഷമവുമില്ലാതെ തന്നെ ആനകളെ ബോംബെയിലല്ല എവിടെ വേണമെങ്കിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ 15 ദിവസത്തെ വാലിഡിറ്റി ഉള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അത് നമുക്കുണ്ടല്ലോ. മാക്സിമം നമുക്ക് 8 ദിവസം എടുക്കാം ബോംബെയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും സർട്ടിഫിക്കറ്റിൻ്റെ സമയവും ഒക്കെ ഉണ്ട്. ഏതാണ്ട് 14 ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അതെ, കേരളത്തിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് 14 ആളുകൾക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 1982 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു കേരളത്തിൽ നിന്ന് 30ഓളം ആനകൾ ഡൽഹിയിൽ എത്തണമെന്ന്. ഏഷ്യാഡിന് ആ ആനയെ കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഡൽഹി വരെ കേരളത്തിൽ നിന്നും ആനയെ കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ. അന്ന് ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ ഏതോ ഒരു പാലത്തിൽ തടയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇലക്ട്രിക് ലൈൻ ഇല്ലാത്ത വഴി നോക്കിക്കൊണ്ട് റെയിൽവേയിലാണ്, ലോറിയിൽ വേണ്ടാന്ന് വെച്ചിട്ട് റെയിലിൽ കൂടിയാണ് നമ്മൾ ആനയെ ഡൽഹിയിൽ എത്തിച്ചതും. യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഈ 31 ആനകളെ ഏഷ്യാഡിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒന്നിച്ച് നിർത്തി കുടമാറ്റം വരെ നടത്താൻ നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല കോമൺവെൽത്ത് ഗെയിംസ് വന്നപ്പോൾ അന്ന് ഏഷ്യാഡിന് വന്ന പലരും ചോദിച്ചു അത്രേ എവിടെയാണ് ആനകൾ എന്ന്. ഈ വർഷം ആനകൾ ഉണ്ടായില്ല കോമൺവെൽത്ത് ഗെയിംസിന്. കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സർ, ഈ പൂരത്തിൻ്റെ ആനകൾ ഇനിയുള്ള കാലങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം നിയമക്കുരുക്കുകളിൽപ്പെട്ട് ഇനി പൂരങ്ങൾക്ക് ആനയില്ലാത്ത ഒരു കാലം വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശ്രീ MCS മേനോൻ, കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആനകളെ ശബ്ദത്തിൻ്റെ പേരിൽ കൊണ്ടുവരുവാൻ അനുമതി നിഷേധിക്കുന്നത് വളരെ വിചിത്രമാണ്. നമ്മുടെ കേരളത്തിലെ എവിടെയും കേട്ടിട്ടില്ല. തൃശ്ശൂർ പൂരമല്ല, പാലക്കാട് ജില്ലയിലും എറണാകുളം ജില്ലയിലെ എല്ലാ ജില്ലകളിലും വളരെ ഗംഭീരമായ പൂരം നടക്കുന്നുണ്ട്. ശബ്ദം കേട്ട് പഞ്ചവാദ്യം കേട്ടിട്ട് ആന ആസ്വദിക്കുകയുള്ളൂ, മേളം കേട്ടിട്ട് ആന ആസ്വദിക്കുകയുള്ളൂ. വെടിക്കെട്ട് കേട്ട് പരിചയമുള്ള ആനകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ കാരണങ്ങൾ ഇവിടെ അഡ്യൂസ് ചെയ്തിട്ട് അത് ആനകളെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലേക്ക് വിരുദ്ധമായി പരാതികൾ നൽകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻറ്റി സോഷ്യൽ. വി കനോട്ട് ടോളറേറ്റ് ഇറ്റ്. ഇവരുടെ നേരെ വാസ്തവത്തിൽ ഇവിടെ ഒരു ആനകളില്ലാത്ത ഒരു മുംബൈ പൂരം വരുത്തിവെക്കുന്ന നഷ്ടം ഇവർ അതിന് പരിഹാരം കാണേണ്ടതാണ്. ആനകളില്ലാത്ത പൂരം നമുക്ക് ചിന്തിക്ക് പോലും വയ്യ ഒരിക്കലും. ഈവൺ ഇൻ ദ വൈൽഡസ്റ്റ് ഓഫ് അവർ ഡ്രീംസ് ഒരിക്കലും പാടില്ല. ആനകളില്ലാത്ത പൂരം പാടില്ല. ഞങ്ങളുടെ നാട്ടിലെ കേരളത്തിൽ വെച്ചാൽ ആനകളില്ലാത്ത പൂരാണെന്ന് വെച്ചാൽ അവിടെ ഒരു മ്യൂട്ടിനി തന്നെ നടക്കും. തമാശ അറിയില്ല. മുംബൈയിലും അതുപോലെ തന്നെ ആനപ്രേമികൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതാണ് എന്നാണ് സാറ് പറഞ്ഞു. തീർച്ചയായിട്ടും ആനപ്രേമികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ വക എന്താ പറയുക അൺഡിസറബിളായിട്ടുള്ള സിറ്റുവേഷൻ എതിർക്കണം, ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം. ശ്രീ കലാധര പണിക്കർ, ഒരു മിനിറ്റ് സാർ. നമ്മുടെ കേരളത്തിലെ ഇത്തരം കലയും സംസ്കാരവും മുംബൈയിൽ ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മുംബൈയുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് പറ്റാത്തത് കൊണ്ടാണ്
നമ്മൾ ഈ 2003 അതെ, മുംബൈ പൂരം എന്ന ഒരു ആശയത്തിന് തുടക്കം കുറിക്കാൻ കാരണം. തീർച്ചയായും. കാരണം നാട്ടിലുള്ള കലയും സംസ്കാരവും മുംബൈയിൽ പുനഃസൃഷ്ടിക്കുക എന്നതാണ് മുംബൈ പൂരത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഒരു പുതുതലമുറയ്ക്ക് വേണ്ടി കേരളത്തിന്റെ സംസ്കാരം പരിചയപ്പെടുത്തുന്ന ആനയെ അല്ലെങ്കിൽ ആനപ്പൂരത്തിന്റെ സംസ്കാരത്തെ പരിചയപ്പെടുത്താനുള്ള മുംബൈ പൂരത്തിന്റെ സതുദ്ദേശത്തിന് കടക്കിൽ കത്തിവെച്ച ഈ അല്ലെങ്കിൽ ഇത്തരം പുതുതലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കാണാനുള്ള അവസരം നിഷേധിച്ചവരെ കുറിച്ച് സാർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടന്ന പൂരം തൃശ്ശൂർ പൂരത്തിനോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ വർണ്ണശബളമായ പ്രോഗ്രാം നടന്നു. 3 ദിവസമായി വളരെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ ഇതിൻ്റെ സംഘാടകരുടെ കണക്കൂട്ടലും അവരുടെ തീരുമാനങ്ങളും വളരെ വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക ബലമോട് കൂടിയിട്ടുള്ളൊരു സംഗതികളാണ്. അത് ഞങ്ങൾ 40 വർഷമായി ബോംബെയിൽ വന്നിട്ട് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അസൂയപ്പെടുന്ന താല്പര്യ ശക്തികൾ, അവരുടെ ഉദ്ദേശം ഇത് മനഃപൂർവ്വം മുടക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണം കിട്ടാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളതായ മോഹവാഗ്ദാനങ്ങളോ ചെയ്ത് അവരെ ഇവരുടെ പുകമറയിൽ സൃഷ്ടിച്ച് അവരെ ബന്ധിച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഈ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതെ, അവര് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് മാത്രം ഇത് ഒരിക്കലും ഈ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗജവീരന്മാര് പൂരത്തിന് വേണം എന്നുള്ളതുണ്ട്. കാരണം നമ്മുടെ ദേശത്തൊക്കെ ദേവീക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേക അങ്ങനത്തെ ക്ഷേത്രങ്ങളിലോ മാത്രമാണ് നമ്മൾ ഈ ഗജവീരന്മാരുടെ ഇതിനെ വളരെ പ്രാധാന്യം. മറിച്ചുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ അത്രയും കാര്യമായി കണ്ടിട്ടില്ല, അത്രയും ആനയ്ക്ക് പ്രാധാന്യമുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മളുടെ ഇവിടെ ഒരുമയുടെ പൂരമാണ്, ജനങ്ങളുടെ കൂട്ടായ്മയുടെ പൂരമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ പൂരമാണ്. ഒരു ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല മാത്രമല്ല. അതുകൊണ്ട് ഇവര് തോൽപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ചൂല് മാറ്റി വെച്ചുകൊണ്ട് കല്യാണം മുടങ്ങും എന്ന് അവർ ധരിക്കുകയാണെങ്കിൽ അത് അവരുടെ വിവരക്കേടായിട്ട് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. മുംബൈ പൂരം അത് ഗജരാജന്മാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം നടക്കുന്ന പൂരമല്ല. മുംബൈയിലെ വിവിധ ദേശത്തിലുള്ള മലയാളികളുടെ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനത്തുള്ള ആളുകളുടെ കൂട്ടായ്മയുടെ പൂരമാണ്. അതിനെ നശിപ്പിക്കാൻ ഈ ഒരു ക്ഷുദ്രശക്തികൾക്കും കഴിയില്ല എന്നത് തന്നെയാണ് മുംബൈ പൂരം 2012 നൽകുന്ന സന്ദേശം. ശ്രീ സുനിൽ രാജ്, ഈ ആനയുടെ ഇവിടെ വരുന്നതിന് തടസ്സം നിന്ന ആളുകൾക്ക് ഈ പെട്ടെന്ന് ഒരു ദിവസം സ്വന്തം കുടുംബത്തോട് തോന്നുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ആനയോട് തോന്നി എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ ഈ രീതിയിൽ പ്രതികരിക്കും? ഇത് കേരള സംസ്കാരത്തോടുള്ള വെല്ലുവിളിയാണ്. അതെ, ഈ ആനയ്ക്ക് വേണ്ടി എഗെയിൻസ്റ്റ് ആര് പ്രവർത്തിച്ചോ അവരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ കാരണം. ഇത് യഥാർത്ഥത്തിൽ ആനയോടുള്ള ഒരു സ്നേഹമാണോ അവരെ ഈ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക? അത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരായിരിക്കണം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്തുക എന്ന് തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം. പൂരത്തിന്റെ പൊലിമ ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതിൽ ആനയല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഭംഗിയായി ഇതേവരെ ചെയ്തിട്ടുണ്ട് ഓർഗനൈസേഴ്സ്, ഇനി ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചവരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റുമെന്നുള്ള. തീർച്ചയായും ഈ പൂരത്തിന്റെ പൊലിമയിൽ ആനയുടെ അഭാവം ഉണ്ടാകുന്നതിന് കാരണക്കാരായ ആരായാലും അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എല്ലാ മുംബൈ മലയാളിയും ഓരോ പൂരപ്രേമിയും ആഗ്രഹിക്കുന്നത്. ചൈത്ര ഒരു തലമുറയുടെ മുംബൈയിലെ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. എന്താണ് ഈ കറണ്ട് ഇഷ്യൂവിനെ കുറിച്ച് ചൈത്ര ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? മുംബൈ പൂരം ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും എന്ന് വെച്ചാൽ യങ് ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. പൂരം എന്താണെന്നോ ഉത്സവം നേരിട്ട് കാണാനൊന്നും ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം ആ സമയത്തൊക്കെ നമുക്ക് എക്സാംസും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിരിക്കും. പിന്നെ ഇവിടുത്തെ കുട്ടികൾ 5 അല്ലെങ്കിൽ 6 കൊമ്പന്മാരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുംബൈ പൂരത്തിന് മാത്രമാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ 2003 ഞാൻ ഇതിൻ്റെ ഭാഗമായിരുന്നു. അന്നും നമ്മളെല്ലാവരും ഒന്നുകൂടെ ചേർത്തായിരുന്നു. അന്നും നമ്മൾ ആനകളെ ഒരുമിച്ച് ഇത്രയും കൊമ്പന്മാരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുംബൈ പൂരത്തിൽ മാത്രമാണ്. അത് ഈ പ്രാവശ്യം ആനകൾക്ക് എത്താൻ പറ്റാത്തത് ഈ പൂരത്തിന് ആനയുടെ വലുപ്പം പോലെ തന്നെ ഒരു കുറവാണെങ്കിൽ പോലും ആ കുറവ് നികത്താനായി ഞങ്ങൾ കൂടുതൽ കൾച്ചറൽ പ്രോഗ്രാംസ്, അതാണ് ഓൺ ദി സ്പോട്ട് ആയിരുന്നു അങ്ങനെയുള്ള തീരുമാനം. ഇത് പറ്റിയില്ലെങ്കിൽ അടുത്തത് എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇതെന്തായാലും ഇതിന് മുന്നേ പറയുകയുണ്ടായി, 8 മാസം മുന്നേ നമ്മൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. 8 മാസം മുമ്പ് നമ്മൾ ഇതിന് തയ്യാറെടുക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഇതിനെതിരെ നിൽക്കുന്നവർ തയ്യാറെടുക്കാൻ തുടങ്ങി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആനയുടെ വലുപ്പം പോലെ തന്നെ ഈ പൂരത്തിന് ആനയുടെ കുറവ് ഒരു വലിയ കുറവാണെങ്കിൽ പോലും വേറെ പലതരം കൾച്ചറൽ പ്രോഗ്രാം നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. പുലികളി, നമ്മുടെ നാട്ടിലെ
എല്ലാ ഓണത്തിനും എല്ലാ ഒരു ഫെസ്റ്റിവലിനും പ്രത്യേകിച്ച് ഒരു പ്രൊസഷൻ ഉണ്ടാവും, കാവടിയാട്ടം, പുലിക്കളി, അങ്ങനെ ഇതുവരെ മുംബൈയിലെ കുട്ടികൾ കാണാത്ത വിവിധതരം ഐറ്റംസ് ഞങ്ങൾ ഇപ്രാവശ്യം. ആനയുടെ അഭാവത്തിലും കേരളത്തിൻ്റെ കലാ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ ഈ പൂരത്തിൻ്റെ 2-3 ദിവസമായിട്ട് ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ഇവിടെ അരങ്ങേറും. ശരി, രാജൻ സാർ, എന്താണ് ഈ ഒരു പൂരത്തിൻ്റെ ഈ ഒരു പൊലിമ നഷ്ടപ്പെട്ടതിന് അല്ലെങ്കിൽ ആനയുടെ ഈ സംഭവത്തെക്കുറിച്ച് സാർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ആനയില്ല എന്ന് പറയുന്നത് സങ്കടകരമായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ നമുക്കെല്ലാവർക്കും തന്നെ വളരെ ദുഃഖമുണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ എന്നാലും ഇതൊരു പൂരത്തിനേക്കാട്ടുപരി നമ്മൾ വിഭാവനം ചെയ്യുന്ന ഈ ബോംബെ പൂരം ഒരു കേരളത്തിൻ്റെ മുഴുവൻ ഒരു സാംസ്കാരിക പൈതൃകമാണ് നമ്മുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല പ്രാദേശിക കലാരൂപങ്ങളും ഒരേ വേദിയിൽ ചേരുന്നത്. ഒന്നാമത് നോക്കുക, ഇന്ന് ഇവിടെ തന്നെ വടക്കൻ മലബാറിലുള്ള തെയ്യം നടക്കുമ്പോൾ തന്നെ അതിനുശേഷം പടയണി നടക്കുകയാണ്. അതുമാതിരി തന്നെ ഒപ്പന നടക്കുകയാണ്. അതുമാതിരി ഇതൊരു സംസ്കാരത്തിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ് ചെയ്യുന്നത്. വ്യത്യസ്ത ഭാഷയിലുള്ള ആൾക്കാർ, വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആൾക്കാർ, വ്യത്യസ്ത രൂപത്തിലുള്ള ആൾക്കാർ, വ്യത്യസ്ത ജാതിയുള്ള ആൾക്കാർ, അവരുടെ മുഴുവൻ ഒരു സംഘമാണ് ഈ പൂരം. ആനയുടെയും മാത്രമല്ല ഈ പൂരം ഇത് നമ്മുടെ ഏതൊരു മലയാളികളുടെയും സംസ്കാരത്തിന് അഭിമാനം നൽകുന്ന ഒരു കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളുടെയും ആ പ്രാദേശികമായ പ്രശസ്തമായ കലാരൂപങ്ങൾ ഇപ്രാവശ്യം കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ് മുംബൈ പൂരം ഫൗണ്ടേഷൻ ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. അതുകൊണ്ട് ആനയില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ പൂരത്തിൻ്റെ പൊലിമ കുറയ്ക്കുന്നതിന് ആർക്കും കഴിയില്ല. അതിന് പറ്റുന്ന നിരവധി കലാരൂപങ്ങൾ പുതുതലമുറയ്ക്കും അതുപോലെ ഇവിടെയുള്ള ഈ ദേശത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കുന്നതിന് വേണ്ടി മുംബൈ പൂരം ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ പപ്പേട്ടൻ ഒരു വലിയ ആനപ്രേമിയാണ്. ആന വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആനയ്ക്ക് ഇത്ര വലുപ്പത്തിലുള്ള മാല ചാർത്തണം, ആനയ്ക്ക് തിടമ്പേറ്റുമ്പോൾ അതിന് പുറത്തേക്ക് പുഷ്പവൃഷ്ടി ഉണ്ടാവണം എന്നൊക്കെ വളരെ വികാരപരവശനായി പറയുന്നത് നേരിട്ട് കേൾക്കാൻ ഞാനിടയായിട്ടുണ്ട്. പപ്പേട്ടനെ പോലുള്ള ഒരു ആനപ്രേമിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതാവില്ല ഇപ്പോൾ നടന്ന ഈ സംഭവം എന്നറിയാം. അന്യനാട്ടിലുള്ള ആളുകൾ ഇന്ന് രാവിലെ ഗണപതി ഹോമം നടത്തുന്ന സമയത്ത് ഹത്തിനി ആയേക്ക എന്ന് ആകാംക്ഷയോടെ പുറത്തുള്ള ആളുകൾ, ഈ സംസ്ഥാനത്തുള്ള ആളുകൾ നമ്മോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന മലയാളിയാണെന്നുള്ളത് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമല്ലേ? എൻ്റെ അഭിപ്രായം, ആനയെ അതായത് ഗണപതിയെ ഏറ്റവും അധികം ആരാധിക്കുന്ന ഈ മുംബൈയിൽ ഗണപതിക്ക് സ്ഥാനമില്ലാണ്ട് പോയി. ഇത് വളരെ ലജ്ജയായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഞാനും സുന്ദർ സാറും എല്ലാവരും തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ആനയില്ലാത്ത പൂരം നമുക്ക്, അതായത് തൃശ്ശൂർക്കാർക്ക് ഇത് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല, അതിനെയാണല്ലോ സാറ് പറഞ്ഞത്. അതിനെതിരെ ഏത് തലത്തിലുള്ള നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിനെ ഈ മുംബൈയിലെ ആനപ്രേമികൾ, പൂരപ്രേമികൾ നേരിടണം എന്ന് തന്നെയാണ് സുന്ദർ സാറിൻ്റെ അഭിപ്രായം. അതിന് എൻ്റേതായ അഭിപ്രായം പറയാമെങ്കിൽ ഇന്ന് ഈ 3 ദിവസങ്ങളിലും ഇവിടെ കൂടുന്ന 5-6 ലക്ഷം മലയാളികൾ ഒപ്പുശേഖരണം നടത്തി നമുക്ക് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും നമ്മുടെ ആദരണീയായ ഗവർണർക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും 2ാം പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്ന AK ആൻ്റണി സാർക്കും നമ്മളിത് കൊടുത്ത് നമുക്കൊരു 15 പൗണ്ടാക്കി, മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ ന്യായമായ കോടതിയായ സുപ്രീം കോടതി തന്നെ ഇത് നിശ്ചയിക്കട്ടെ. എങ്ങനെയാണ് ഇത്തരം ആനകളെ കൊണ്ടുവരേണ്ടത്, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഒരു പുനർവിചാരണ നടത്തേണ്ട സമയമായിട്ടുണ്ട് പപ്പേട്ടൻ എന്നാണ് പറയുന്നത്. ആനയ്ക്ക് മുമ്പിൽ ശബ്ദം പാടില്ല, ബഹളം പാടില്ല, അതുകൊണ്ടാണ് ആനയെ അനുവദിക്കാത്തത് എന്നാണ് പറയുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ ചന്ദ്രമോഹൻ? ഇതൊരു നിയമവശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളിലൊരു ഒരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പൂരം ഫൗണ്ടേഷനോട് ചോദിക്കാനുള്ളത്, നിയമപരമായിട്ട് തടസ്സങ്ങളില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻ വർഷങ്ങളിലും നമ്മൾ കൊണ്ടുവന്നതിൻ്റെ തെളിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒഫീഷ്യൽ വൃന്ദങ്ങൾ ഇത്ര തടസ്സങ്ങൾ നിൽക്കുമ്പോൾ, തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഓരോ ജനങ്ങൾക്കും ഓരോ പൗരനും ആശ്രയിക്കാവുന്നത് നിയമങ്ങളാണ്, കോടതികളാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ദാദറിൽ ഇപ്പോൾ അടുത്ത് നടന്ന ദസറ സമ്മേളനം നമ്മുടെ ശിവസേനയുടെ സൈലൻസ് സോണായി പ്രഖ്യാപിച്ച അവിടെ മുനിസിപ്പാലിറ്റി ശിവാജി പാർക്കിൽ സൈലൻസ് സോണായി പ്രഖ്യാപിച്ചത് ഹൈക്കോടതി തന്നെയാണ്.
അവിടെ ഒരു പൊതുപരിപാടികളും പാടില്ല എന്ന് നിർദ്ദേശിച്ചതും ഹൈക്കോടതി തന്നെയാണ്. ആ ഹൈക്കോടതി തന്നെയാണ് ഇത്തവണ അവിടെ റാലി നടത്താനായിട്ട് അനുമതിയും കൊടുത്തത്. അപ്പോൾ പൂരം ഫൗണ്ടേഷൻ എന്തുകൊണ്ട് നിയമ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ഭാഗം, ഇതിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളതല്ല. എക്സ് അല്ലെങ്കിൽ വൈ, ഇത് ഇന്ന് എക്സ് വന്നെങ്കിൽ നാളെ വൈ വരും, നാളെ സെഡ് വരും. അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് തടസ്സം നിൽക്കാൻ നമുക്ക് പറ്റില്ല. അതിന് നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനാണ് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത്. ഗിരീഷ്, മുംബൈ പൂരത്തിന്റെ കൺവീനർ എന്ന നിലയിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നിയമപരമായി നേരിടണമെന്ന് ഇത് നിഷേധിക്കപ്പെടുന്നു എന്ന സൂചനകൾ ലഭിച്ച നാൾ മുതൽ മുംബൈ പൂരം ഫൗണ്ടേഷനും മുംബൈ പൂരം സെലിബ്രേഷൻ കമ്മിറ്റിയും ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നിയമപരമായി എന്തെങ്കിലും ഒരു റിപ്ലൈ നമ്മുടെ കയ്യിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് അനുമതി നിഷേധിച്ചു എന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. നിരന്തരമായ ഇടപെടലിലൂടെ ആദ്യം ഇതിന് പെർമിഷന് വേണ്ടിയുള്ളതായിരുന്നുവെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ നിന്നൊരു റിപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്നലെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നെങ്കിലും അറിയാനുള്ള ശ്രമം അതുപോലും ഉണ്ടായില്ല എന്നർത്ഥം. ഏതെങ്കിലും വഴിക്ക് അവരുടെ ചിന്തകൾ മാറി അതൊരു പോസിറ്റീവായുള്ള റിപ്ലൈ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് മുംബൈയിൽ ലഭിക്കുന്ന ആനകളെ വെച്ചെങ്കിലും ഒരു പൂരം ആഘോഷിക്കാൻ, ആനകളില്ലാത്ത പൂരം എന്ന പേര് മാറ്റാൻ, ഇവിടുത്തെ ലോക്കൽ ആനകളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്നലെ വൈകുന്നേരം 7 മണി വരെ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം ലഭിച്ച ആ മറുപടിയിൽ, ഇന്നലെ വൈകുന്നേരം നമുക്ക് ഇമെയിലിൽ ലഭിച്ച ഈ മറുപടിയിൽ നിന്ന് നമുക്ക് നിയമ നടപടിക്ക് മുന്നോട്ട് പോവാമെന്ന വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ആ മറുപടി നമുക്ക് ലഭിച്ചത്. കാരണം നമുക്ക് ഡെപ്യൂട്ടി ചീഫ് കൺസർവേറ്റർ ഫ്രം താനെ തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കോപ്പി നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സീനിയറിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എല്ലാവിധത്തിലുള്ള ഡോക്യുമെൻറ്റുകളും ക്ലിയറാണ്. ഈ പറയുന്ന NGOകൾ പറയുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ നടന്നിട്ടില്ല. ഇനി നടക്കാതിരിക്കാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ അവിടെ പോയിരിക്കും എന്ന് ഡെപ്യൂട്ടി ചീഫ് കൺസർവേറ്റർ ഡിസ്ട്രിക്ട് കൺസർവേറ്റർക്കു നൽകിയ മറുപടിയുടെ കോപ്പി നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒപ്പം ഇവിടെ മനസ്സിലാക്കുന്നത് മുംബൈ പൂരം എന്ന ആശയത്തിലൂടെ മുംബൈ മലയാളികളുടെ കൂട്ടായ്മ, ആ മലയാളിയുടെ ഒരുമയുടെ ആ വിസ്തൃതി, ഒരുമ എന്ന വാക്കിൻ്റെ അല്ല, നമുക്ക് എത്രത്തോളം ഓപ്പൺ ആവാൻ പറ്റുമോ അത്രത്തോളം ഓപ്പൺ ആയിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ള മലയാളികൾ, ഇതിന് വ്യക്തമായി പറയണം, മലയാളികളാണ് മലയാളികൾക്ക് ഈ പാരയായത്. ഈ കൂട്ടുകെട്ടിന്, ഈ കൂട്ടായ്മയ്ക്ക് തുരങ്കം വെച്ചത് മലയാളികളാണ് എന്നുള്ള ദുഃഖം നമ്മൾ നിയമ നടപടിക്ക് പുറപ്പെടുമ്പോൾ ഇവരെല്ലാം അകത്താവും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അകത്താവും. ഇവർ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടികൾ അഴിക്കപ്പെട്ടാൽ ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെടും എന്ന് ഉറച്ച വിശ്വാസത്തിലൂടെ ഇതിന് നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മുംബൈ പൂരം സെലിബ്രേഷൻ കമ്മിറ്റി. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മലയാളികൾ എന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവരുടെ ആ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും അവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കണമെന്നും അവരെ സമൂഹത്തിന് മുന്നിൽ അവരണിഞ്ഞിരിക്കുന്ന മുഖംമൂടി വലിച്ചു ചീന്തണമെന്ന് തന്നെയാണ് മുംബൈ പൂരം ഫൗണ്ടേഷൻ്റെ അഭിപ്രായം.